ജസ്റ്റ് ഒരു ക്ലീശ ആയിട്ട് പറയും, കേരളത്തിൽ ബിസിനസ് ഒന്നും നടക്കൂല, ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല എന്ന്. പക്ഷേ എൻ്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ പറയുന്നു, ഇവിടുത്തെ സിസ്റ്റം അടിപൊളിയാണ്. പക്ഷേ ഈ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരില്ലേ, അവരിൽ വളരെ കുറച്ച് പേരൊക്കെയാണ് പ്രശ്നം. എന്തുകൊണ്ട് ബിസിനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. വെറുതെ ഇരുന്നാൽ പോരായിരുന്നോ? ശരിക്കും വീട്ടിലിരിക്കുക, ഫുഡ് ഉണ്ടാക്കുക, മക്കൾ നോക്കുക, സമാധാനത്തോടെ ഇരിക്കുക, മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ടിരിക്കാം, സോഷ്യൽ മീഡിയ കണ്ടിരിക്കേണ്ട ഈ സമയത്ത് എന്തിനാണ് ഈ വെയിലും മഴയൊക്കെ കൊണ്ട് നടക്കേണ്ടി വരുന്ന, പൊടി പിടിച്ച് അടുക്കളയിൽ മരുന്നുണ്ടാക്കുന്ന സമയത്ത് പുകയും ഒക്കെ കൊണ്ട് ഈ റിസ്ക് എന്തിന് ബിസിനസ്സിലേക്ക് വന്നു? ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ഒരു റിസ്ക് തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു അഡ്രസ്സ് ഉണ്ടാക്കലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്രസ്സ് ഇല്ലാതെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്ന ചിന്തയിൽ നിന്നാണ് ഈ ബിസിനസ്സിൻ്റെ ഒരു തുടക്കം ഉണ്ടാവുന്നത്. കുറച്ച് തെളിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉമ്മ എനിക്ക് 2 ഇക്കാക്കന്മാരാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ ഒക്കെ തന്നെയും ഉമ്മ ഓരോ വീട്ടുകളിൽ ജോലിക്കാണ് പോയിരുന്നത്. വീട്ടുപണി ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും നോക്കിയിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ ഞാനാണ് വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടി. എനിക്ക് ഇവരനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ ഒരു അംശം പോലും എനിക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരുടെ ഇടയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കും ഞാൻ. എന്നാൽ പോലും എൻ്റെ ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു, എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ചെയ്യണം. കാര്യം എനിക്ക് വേണ്ടി ജീവിക്കുന്ന 3 പേരെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് ഇല്ലാത്തത് ഒരു അഡ്രസ്സാണ്. പറയത്തക്ക അഡ്രസ്സോ അല്ലെങ്കിൽ പറയത്തക്ക ഒരു പേരോ ഒന്നുമില്ലാത്ത ഒരു കുടുംബം. ചിലപ്പോൾ ഇന്നോ നാളെയോ അവിടുന്ന് ഞങ്ങളെല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുന്ന ഒരു കുടുംബം. അവിടെ ഒരു അഡ്രസ്സ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അവിടെ നിന്നാണ് ഈ ഒരു ബ്രാൻഡിനൊരു പേരുണ്ടാവുന്നത്. സോ അഡ്രസ്സ് ഉണ്ടാക്കാൻ തിരഞ്ഞെടുത്ത വഴിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. നമ്മളൊക്കെ പലരും അങ്ങനെ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു വന്നവരുണ്ടാവും. ഞാനും എൻ്റെ കുട്ടിക്കാലാണ് ഓർക്കുന്നത്. സോ ഇങ്ങനെയുള്ള കുറേ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻസ്പയറിംഗ് ആണ് കേട്ടോ വാക്കുകൾ. ഈ സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട്, ഇവിടെ ശരിയാവില്ല, ഇവിടെ ഒന്നും നടക്കൂല, കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നും തുടങ്ങിയാൽ അത് സെറ്റാവില്ല എന്നുള്ളൊരു അഭിപ്രായം പലരും പറയാറുണ്ട്. ശരി, അവിടെയാണ് അൻസിയ ഉമ്മീസ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അത് ബിൽഡ് ചെയ്യുകയും സക്സസ് ആക്കി എടുക്കുകയും ചെയ്യുന്നത്. ശരിക്കും ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ തുറന്ന് പറയുകയാണ്. കാര്യം മാത്രമല്ല, ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്ത് അത് ഫൈറ്റ് ചെയ്ത് അവസാനം ലൈസൻസ് നേടിയ ഒരാളാണ്. നമുക്കൊരു ചിന്താഗതിയുണ്ട്, ഓക്കെ നമുക്ക് കുറച്ച് ഹോൾഡ് അല്ലെങ്കിൽ കുറച്ച് പൈസ അല്ലെങ്കിൽ കുറച്ച് ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് പലരും ഇങ്ങനെ എടുത്തു പറയാറുണ്ട്. ജസ്റ്റ് ഒരു ക്ലീശ ആയിട്ട് പറയും, കേരളത്തിൽ ബിസിനസ് ഒന്നും നടക്കൂല, ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല എന്ന്. പക്ഷേ എൻ്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ പറയുന്നു, ഇവിടുത്തെ സിസ്റ്റം അടിപൊളിയാണ്. പക്ഷേ ഈ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരില്ലേ, അവരിൽ വളരെ കുറച്ച് പേരൊക്കെയാണ് പ്രശ്നം. അതിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒരു പക്ഷേ ഒരുപാട് സ്വപ്നങ്ങളും അല്ലെങ്കിൽ ഒരു സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു സാധനമാണല്ലോ നമ്മളൊരു സംരംഭമാക്കി എടുക്കുന്നത്. അപ്പോൾ അത് വിജയിച്ചു, നമ്മളുടെ മനസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അത് വിജയിച്ചു, എന്നിട്ടാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. എന്നിട്ട് അത് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം ഈ ചില ഉദ്യോഗസ്ഥന്മാർ കാരനാണ്. അപ്പോൾ ശരിക്കും സംരംഭകർക്കൊന്നും ഒരു ക്ലാസ്സിൻ്റെ ആവശ്യമില്ല, മറിച്ച് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരു ക്ലാസ്, ഈ സംരംഭകർ കേരളത്തിന് ആവശ്യമോ അല്ലയോ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്.